തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഫണ്ടിന്റെ കാര്യമൊക്കെ ഇനി ഒരു വ്യക്തതയോ കൃത്യതയോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഫയൽ നീക്കങ്ങൾ പോലും തൽക്കാലത്തേക്ക് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ സർക്കാർ എത്തിച്ചിട്ടുണ്ട്. അതായത് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന 143 സ്കൂളുകളുടെ പട്ടിക പോലും തൽക്കാലം കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെ തത്വത്തിൽ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു എന്നൊരു ബോധ്യം CPIയിൽ ഉണ്ടാക്കിയെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞു, CPMന് കഴിഞ്ഞു. അത് CPIക്കും കൂടി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിലും ഒപ്പം കേന്ദ്ര തലത്തിൽ നടന്ന ചില ചർച്ചകളുണ്ട്. അതായത് CPIയുടെയും CPMന്റെയും ദേശീയ നേതൃത്വം എന്ന നിലത്തിൽ ചില പ്രധാനപ്പെട്ട ചർച്ചകൾ കഴിഞ്ഞ 1-2 ദിവസങ്ങളായി നടക്കുന്നുണ്ട്. അതിലൊരു പ്രധാന കാര്യമെന്ന നിലയ്ക്ക് മുന്നോട്ട് വെക്കപ്പെട്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുകയാണ്. ഒരുപക്ഷെ 3-4 ദിവസത്തിനുള്ളിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിജ്ഞാപനം പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാനത്തെ മന്ത്രിസഭാ യോഗമായിരിക്കാനാണ് സാധ്യത ഇന്നത്തേത്. കാരണം ഇനി അടുത്ത മന്ത്രിസഭാ യോഗം ചേരേണ്ടത് അടുത്ത 5-ാം തീയതിയാണ്. അതിനു മുമ്പ് വിജ്ഞാപനം വന്നാൽ ഒരുപക്ഷെ ഇത് പ്രധാനപ്പെട്ട ഒരു മന്ത്രിസഭാ യോഗമാണ്. ഈ മന്ത്രിസഭാ യോഗത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ക്ഷേമനിധി പെൻഷൻ്റെ തുക വർദ്ധിപ്പിക്കുന്നതടക്കം CPIയുടെ മന്ത്രിമാരുടെ വകുപ്പുകളിലെ കാര്യങ്ങളടക്കമുള്ള നിരവധി കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ, തീരുമാനങ്ങൾ അതൊക്കെ എടുക്കേണ്ട ഒരു മന്ത്രിസഭാ യോഗമാണ്. അങ്ങനെ ആ മന്ത്രിസഭാ യോഗത്തിൽ CPI കൂടി ഉൾപ്പെടണം, അതിൽ പങ്കെടുക്കണമെന്നതായിരുന്നു ദേശീയ തലത്തിലുണ്ടായ ഒരു ധാരണ. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുന്നു. ആ സമയത്ത് മുന്നണിക്കുള്ളിൽ വലിയ ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നത് മുന്നണിക്ക് തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും അതിനുശേഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ഗുണം ചെയ്യില്ല എന്നതായിരുന്നു നേതാക്കളുടെ ഒരു പൊതുവായ വിലയിരുത്തൽ. അതൊരു പരിധിവരെ ശരിയുമാണ്. രാഷ്ട്രീയമായി അത് തിരിച്ചടി ഉണ്ടാക്കും. അതുകൊണ്ട് പ്രശ്നപരിഹാരം ഇരു ഭാഗത്തു നിന്നും പിന്നോട്ട് പോക്കുണ്ടാവണം. സ്വാഭാവികമായും ഇരു പാർട്ടികളും അവരുടെ കടുത്ത നിലപാടിൽ നിന്ന് അല്പം പിന്നോട്ട് പോയേ തീരൂ എന്നൊരു കടുത്ത നിലപാടിലേക്ക് ദേശീയ നേതൃത്വവും കൂടി എത്തി. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ മുന്നണിക്കുള്ളിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി, തലവേദനയായി എന്നതിലപ്പുറം ഒരു ഗുണവും ഇവിടെയുള്ള വിദ്യാഭ്യാസ മേഖലയ്ക്ക് എന്തായാലും ലഭിക്കാൻ പോകുന്നില്ല എന്നതാണ് വാസ്തവം. വെറുതെ തലയിലെടുത്തു വെച്ച ഭാരം അത് പിന്നീട് ഇറക്കി വെക്കേണ്ടി വന്നിരിക്കുകയാണ് സർക്കാരിന്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതിൽ CPIയെ സംബന്ധിച്ച് അവരുടെ ഒരു രോഷം എന്താണ്? അവരുടെ രോഷം പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇടതു നയത്തിൽ വെള്ളം ചേർത്തു എന്നതും ഒപ്പം അവരെ ഇരുട്ടിൽ നിർത്തി എന്നുള്ളതും മുന്നണി മര്യാദകൾ ലംഘിച്ചു എന്നുള്ളതൊക്കെയായിരുന്നു. അതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട പ്രതിഷേധം എന്ന് പറയുന്നത്. പക്ഷേ അക്കാര്യത്തിലൊന്നും ഇപ്പോഴും ഒരു മറുപടി പോലും അവർക്ക് കിട്ടിയിട്ടില്ല. അതെന്തുകൊണ്ടാണ് അവരെ അറിയിക്കാതെ ഈ പദ്ധതിയിൽ ഒപ്പിട്ടത്? എന്തുകൊണ്ടാണ് അവരെ ഇത്തരത്തിൽ ഇരുട്ടിൽ നിർത്തിയത്? എന്തുകൊണ്ടാണ് മുന്നണി മര്യാദകൾ ലംഘിക്കപ്പെട്ടത്? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ആ ചോദ്യങ്ങൾക്കൊന്നും CPIക്ക് കൃത്യമായ മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ ആ മറുപടിയൊക്കെ തൽക്കാലത്തേക്ക് മറന്നുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു സമവായത്തിൻ്റെ പാതയിലേക്ക് എത്താനാണ് CPI ശ്രമിച്ചത്, അല്ലെങ്കിൽ തയ്യാറായത്. എന്തായാലും ആരൊക്കെ വഴങ്ങി, ആരൊക്കെ ഏതെങ്കിലും തരത്തിൽ മേധാവിത്വം ഉണ്ടാക്കി എന്നൊന്നും കൃത്യമായി ഈ വിഷയത്തിൽ പറയാൻ കഴിയില്ല. കാരണം CPM ആയാലും CPI ആയാലും ഇക്കാര്യത്തിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറായിട്ടുണ്ട്, ചില വഴങ്ങലുകൾക്ക് തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ദിവ്യ ചോദിച്ചതുപോലെ നേരത്തെ ഈ ആ തുക എന്തായാലും ഇനി കിട്ടാനുള്ള സാധ്യതയില്ല. കാരണം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ വളരെ കൃത്യമായി കേന്ദ്ര സർക്കാർ വീക്ഷിക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി ആ തുക കിട്ടാൻ പോകുന്നില്ല. ഈ വിവാദങ്ങളൊക്കെ ബാക്കിയായി എന്നത് മാത്രമാണ് ഈ കഥയുടെ. സുനിൽ ഒന്ന് തുടരുക. വിജിൻ വായാന്തോട് കൂടി ചേരുന്നുണ്ട്. വിജിൻ, മന്ത്രിസഭാ യോഗം തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ ഉപസമിതി രൂപീകരിക്കുന്നതിലും ഈ PM ശ്രീയുടെ തുടർ നടപടികൾ സംബന്ധിച്ചൊക്കെ ഒരു ധാരണ അത് ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും CPI സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണത്തിൽ നിന്ന് എന്താണ് വായിച്ചെടുക്കാൻ കഴിയുന്നത്? CPI സംസ്ഥാന ഘടകം തൃപ്തിയിലാണോ? ഇപ്പോഴുണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ, ഈ ധാരണ സംബന്ധിച്ച് എന്തായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം? ബിനോയ് വിശ്വം വ്യക്തമാക്കിയത് മുഖ്യമന്ത്രി കാര്യങ്ങളൊക്കെ വിശദീകരിക്കും എന്നുള്ളതാണ്. ആ കാര്യങ്ങൾ വിശദീകരിക്കാൻ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്താം എന്നുള്ളത് രാവിലെ CPI നേതാക്കളും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും MA ബേബിയും ഒക്കെയായി ചേർന്ന് നടത്തിയ ആശയവിനിമയത്തിൽ നിന്ന് തിരിഞ്ഞു വന്ന ഒരു നിർദ്ദേശമാണ്. മുഖ്യമന്ത്രി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കട്ടെ എന്നുള്ളതാണ്. അതിനർത്ഥം ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ വിജയമായി കാണാൻ നിൽക്കുന്നില്ല. LDFന്റെ പൊതുവായ വിജയമാണ് ഇത്. അത് LDF നയങ്ങളുടെ വിജയമാണ് എന്നുള്ളതാണ് നിലവിൽ ബിനോയ് വിശ്വം വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ D രാജയും അതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരുടെയെങ്കിലും വിജയമോ പരാജയവുമായി ഈ വിഷയത്തെ കണ്ട് ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം, അതൊരു ഉഭയകക്ഷി ചർച്ചയിൽ തന്നെ തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനപ്പുറം
മറ്റൊരു പ്രതികരണം എന്തായാലും മറ്റാരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കണ്ടപ്പോഴും മുഖ്യമന്ത്രി വിശദീകരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയിലേക്ക് പൂർണ്ണമായും വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നു CPIയും എന്നുള്ളതാണ്. ഇനി മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഏതൊക്കെ തരത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് വിശദീകരിക്കും. നേരത്തെയൊക്കെ വന്ന വാർത്തകൾ അത് മാധ്യമപ്രവർത്തകർ ഈ രണ്ട് പാർട്ടികളുടെയും നാട്ടിൽ നിന്ന് എടുത്തതാണ്. ഇങ്ങനെയൊരു വിഷയം ഉരുത്തിരിയുന്നു എന്നുള്ളതൊക്കെ അത് മാധ്യമങ്ങൾ വാർത്ത നൽകിയതാണ്. എന്തായാലും അക്കാര്യത്തിൽ ഒരു പൂർണ്ണമായ വിശദീകരണം അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. അത് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുകയും ചെയ്യും. ക്യാബിനറ്റ് യോഗം കഴിഞ്ഞയുടൻ വാർത്താ സമ്മേളനം എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിലവിൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗം തേരുന്ന മുറയ്ക്ക് തന്നെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണില്ലേ? തീർച്ചയായും മന്ത്രിസഭാ യോഗം കഴിഞ്ഞ ഉടൻ വാർത്താ സമ്മേളനം എന്നുള്ളതാണ് നിലവിൽ മുഖ്യമന്ത്രി ഓഫീസ് അറിയിച്ചിട്ടുള്ളത്. അതിനു മുമ്പേ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി ഓഫീസുമായി ഒക്കെ ബന്ധപ്പെട്ടപ്പോൾ തന്നെ വ്യക്തമായത് വാർത്താ സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട വാർത്താ സമ്മേളനത്തിൽ പറയേണ്ട കാര്യങ്ങളുടെ നോട്ട് തയ്യാറാക്കാനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉച്ചയ്ക്ക് തന്നെ നൽകിയിട്ടുണ്ട്. കാരണം ഈ ബിനോയ് വിശ്വവും ഒപ്പം തന്നെ CPI നേതാക്കളും ഒക്കെയായുള്ള ചർച്ചയിലും ഒപ്പം തന്നെ ദേശീയ നേതൃത്വം തമ്മിലുള്ള ആശയവിനിമയത്തിലും ഒക്കെ തീരുമാനമെടുത്തതും അത് തന്നെയാണ്. മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കട്ടെ എന്നുള്ളതാണ്. ആ വിശദീകരണമാണ് അല്പസമയത്തിനകം ഉണ്ടാവുക എന്നുള്ളതും ഒപ്പം തന്നെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ ഉൾപ്പെടെയാണ് മുഖ്യമന്ത്രി വിശദീകരിക്കാൻ പോകുന്നത്. നിലവിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയായി മാറിയ PMC വിഷയത്തിലെ പ്രശ്നം അത് പരിഹരിക്കപ്പെട്ടതിൽ CPM-നും CPI-ക്കും ആശ്വസിക്കാം. പക്ഷേ ഇത് നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു പടി ആർക്കാണോ മേൽക്കൈ എന്ന് ചോദിച്ചാൽ അത് CPI-ക്കാണ്. കാരണം നയപരമായ കാര്യത്തിൽ തങ്ങളുടെ കടുത്ത നിലപാടിന് CPM-ന് വഴങ്ങേണ്ടി വന്നു എന്ന് CPI-ക്ക് പറയാൻ കഴിയുന്ന നിലയിൽ തന്നെയാണ്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗങ്ങളിലൊക്കെ PMC പരിഗണനയ്ക്ക് വന്നപ്പോൾ അത് നയപരമായ കാര്യമാണ്, നമുക്കത് മാറ്റിവെക്കാം, മുന്നണിയിലൊക്കെ തീരുമാനമെടുത്ത ശേഷം പിന്നീട് ഒരു ധാരണയിലെത്താം എന്ന് പറഞ്ഞു മാറ്റിവെച്ച PMC ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗത്തിന് പ്രധാന അജണ്ടയായി വരുന്നു. അക്കാര്യം ചർച്ച ചെയ്യേണ്ടി വരികയാണല്ലേ മുന്നണിക്കുള്ളിൽ? തീർച്ചയായും അതങ്ങനെ തന്നെയാണ്. അതായത് അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. CPI-ക്ക് ഇക്കാര്യത്തിൽ CPI-യുടെ നിലപാടിന് CPM വഴങ്ങിയെന്ന് പറയാൻ കഴിയും. പക്ഷേ നിലവിൽ CPM എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ CPM നേരത്തെ തന്നെ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് അതായത് PMC പദ്ധതി നടപ്പിലാക്കുന്നത് സ്വീകരിക്കുകയല്ല തങ്ങൾ ഉദ്ദേശിക്കുന്നത്. പകരം SSK ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ ഫണ്ട് അത് ഫണ്ടാണ്. അത് അങ്ങനെയാണ് തുടർന്നുകൊണ്ടിരുന്നത്. PMC പദ്ധതി ഒപ്പുവെക്കാനുള്ള